ഹലോ, ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പത്തൊലി തോരനാണ്. ഞങ്ങളിന്ന് ചേട്ടായുടെ വീട്ടിലാണുള്ളത്, തറവാട്ടിൽ. അമ്മയും പപ്പയും കൂടിയാണ് അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇതൊരു എന്താ പറയുക, ഒട്ടും അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെ. നമ്മൾ സാധാരണ കപ്പത്തൊലിയൊക്കെ എടുത്ത് പശുവിന് കൊടുക്കും, അല്ലെങ്കിൽ വലിച്ചെറിയുന്നല്ലാതെ നമ്മളത് തോരനായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം അതിനകത്ത് ഒത്തിരി പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഒത്തിരി ഉണ്ട്. വീട്ടിലെന്ത് വെറൈറ്റി കറികൾ ഉണ്ടാക്കാനാണെങ്കിലും പപ്പയാണ് മുമ്പിൽ നിൽക്കുക. അമ്മ അപ്പോഴത്തേക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ചേട്ടയുടെ അനിയത്തിയുണ്ട് കൂടെ. പപ്പ തേങ്ങയൊക്കെ ചിരണ്ടി വന്നു. ഒരു തുള്ളി തേങ്ങ പോലും വേസ്റ്റാക്കില്ല. ചിരട്ടേന്നൊക്കെ മെല്ലെ 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 ചിരണ്ടിയൊക്കെ എടുക്കും. കുഞ്ഞുള്ളി, വെളുത്തുള്ളി, കാന്താരി, തേങ്ങ, കറിവേപ്പില, ഇത്രയാണ് നമ്മൾ ആ ഒരു തോരനിൽ ചേർക്കാൻ പോകുന്നത്. ഒരാളിതാ ഇവിടെ തേങ്ങയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പ പൊളിക്കുക, പൊളിച്ചിട്ട് കപ്പയുടെ തൊലിയിലെ കരിന്തൊലി മാറ്റുക. എന്നിട്ട് കുരുകുരാന്ന് പൊടി പൊടി പോലെ അരിയുക. നീളത്തില് എത്ര നീളം മാത്രം വെച്ചിങ്ങനെ കൊത്തി അരിയുക പൊടി പോലെ. എന്നിട്ട് ഈ കണക്കിന് എന്നിട്ട് നന്നായി കരി വരി എടുക്കുക, മണമില്ലാതെ. അതൊക്കെ മാറ്റി വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളത്തിലിടുക. ഞാൻ വെള്ളം ഊറ്റിക്കഴിട്ട് വേറെ വെള്ളത്തിലിടുക. പിറ്റേസം നേരം കൊടുത്തിട്ട് ഇനി ബാക്കി ചെയ്യുന്നതാണ്. അതായത് കപ്പത്തൊലി തലേ ദിവസം തന്നെ അരിഞ്ഞ് തിളപ്പിച്ചൂറ്റി വേറെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ അരപ്പാണ് തയ്യാറാക്കാൻ പോണത്. അരപ്പിൽ തേങ്ങ, കുഞ്ഞുള്ളി, കാന്താരി, പിന്നെ കറിവേപ്പില, ഇത്രയും ചേർത്ത് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഒതുങ്ങിയ പരുവായാൽ മതി, നന്നായിട്ട് അരയ്ക്കണ്ട. പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2 സ്പൂൺ കടുകിട്ട്, കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു സ്പൂൺ ഉപ്പ്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം നന്നായി ചേർത്തിളക്കി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ആ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കപ്പത്തൊലി ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. വിചാരിച്ചതുപോലെയല്ല, നല്ല ടേസ്റ്റാണ്. ആ കാന്താരിയുടെയൊക്കെ എരിവങ്ങ് ഇറങ്ങിയിട്ട് നന്നായി ഉപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രുചിയായി അതിന്. ഒട്ടും വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.